ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞനിയന്മാരെ, അനിയത്തിമാരെ, ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ എന്താണ് വായിച്ചത്? സുവിശേഷത്തിൽ ഇപ്പോൾ എന്താ വായിച്ചത്? എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? ഈശോ പ്രേക്ഷിത ദൗത്യം തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ് ഈശോ അവിടെ പറയുന്നത്. ഒന്നാമത്തേത്, ശിഷ്യന്മാർക്ക് ഈ ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ ജനതകളുടെ ഇടയിലേക്ക് പോവുക. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത്, അത് മത്തായിയുടെ സുവിശേഷത്തിലെ അവസാനത്തെ അധ്യായമാണ്. അവസാനത്തെ അധ്യായത്തിലെ അവസാനത്തെ വാക്യമാണ് ഈ പറയുന്നത്. എന്താ ഈശോ പറയുന്നത് ഈ അവസാനത്തെ വാക്യത്തിൽ? എന്താണ്? മിടുക്കി, യുഗാന്തം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. മിടുക്കി. ഈ രണ്ട് കാര്യങ്ങളും സൂചിപ്പിക്കുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സുവിശേഷ മൂല്യം എന്ന് പറയുന്നത് ലഭ്യതയാണ്. അവൈലബിലിറ്റി, ബീയിങ് അവൈലബിൾ, ഡിസ്പോണിബിലിറ്റി, ലഭ്യമായിരിക്കുക മറ്റുള്ളവർക്ക് എന്നുള്ളതാണ്. ഈശോ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ആത്യന്തികമായിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ മനുഷ്യർക്ക് ലഭ്യമായിരിക്കുക, അവൈലബിൾ ആയിരിക്കുക, പ്രസന്റ് ആയിരിക്കുക. ഈശോ തന്നെ ശിഷ്യന്മാർക്ക് നമുക്ക് നൽകുന്ന വാഗ്ദാനം, ഞാൻ യുഗാന്തം വരെ, ലോകത്തിൻ്റെ അവസാനം വരെ നിങ്ങളോട് ഒപ്പം ഉണ്ടായിരിക്കും. ഐ വിൽ ബി അവൈലബിൾ ഫോർ യു. നിങ്ങളോടൊപ്പം പ്രസന്റ് ആയിരിക്കും. അത് ഈശോ വെറുതെ പറയുന്നതല്ല. ഈശോ തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നത് മുഴുവൻ ഈ അവൈലബിലിറ്റിയാണ്. ഈശോയുടെ നമ്മുടെ ജീവിതത്തിലുള്ള സാന്നിധ്യം, ലഭ്യത. ഈശോയ്ക്ക് ദൈവപുത്രനാണ്, പിതാവായ ദൈവത്തിൻ്റെ ഒപ്പം സ്വർഗത്തിൽ സ്വസ്ഥമായിരിക്കാമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് എല്ലാ മഹത്വങ്ങളും ഉപേക്ഷിച്ച് ഈ ലോകത്തിലേക്ക് വന്ന് നമ്മളോടൊപ്പം നമ്മുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ ഒപ്പമായിരിക്കുന്ന ഈശോയെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ലോകത്തിൽ വന്ന് തൻ്റെ പരസ്യ ജീവിതകാലം മുഴുവൻ മനുഷ്യരുടെ വേദനകളിൽ അവരോടൊപ്പം നടന്ന്, അവൻ്റെ സന്തോഷങ്ങളിൽ പങ്കുചേർന്ന്, അവരെ സുഖപ്പെടുത്തി, അവർക്ക് ആശ്വാസം നൽകി, അവരോടൊപ്പം ഭക്ഷണം കഴിച്ച്, അവരോടൊപ്പമായിരിക്കുന്ന ഈശോ, ലഭ്യമാകുന്ന ഈശോ, പ്രസൻ്റായിരിക്കുന്ന ഈശോ, അവൈലബിൾ ആകുന്ന ഈശോ. കുരിശിൽ പോലും രക്തം വാർന്നൊലിച്ച് മരിക്കുന്ന സമയത്ത്, ഈ കുരിശിൽ കിടന്ന് മരിക്കുന്ന സമയത്ത് പോലും ഈശോയുടെ ചിന്ത മുഴുവൻ എന്താണ്? തൻ്റെ അമ്മയെപ്പറ്റി, തൻ്റെ ശിഷ്യരെപ്പറ്റി, തന്നെ വേദനിപ്പിച്ച മനുഷ്യരോട് പൊറുക്കാനായിട്ടുള്ള, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, അവരുടെ ജീവിതത്തിൻ്റെ ഒരു അസ്തിത്വപരമായ ഒരവസ്ഥയിൽ അവരോടൊപ്പം കുരിശിൽ കിടക്കുമ്പോഴുമായിരിക്കുന്ന, അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, തൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ള കള്ളന്മാരെ പറ്റി ചിന്തിക്കുന്ന, അവരുടെ നന്മയെപ്പറ്റി ചിന്തിക്കുന്ന ഈശോ. അങ്ങനെ കുരിശോളം, ആ കുരിശിലും ഈശോ അവൈലബിൾ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടം കൊണ്ടും തീർന്നില്ല. ഉദ്ധിതനായ ക്രിസ്തു ശിഷ്യരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും തോമാസും പത്രോസും മറ്റു ശിഷ്യന്മാരും ഒക്കെ അവൻ്റെ സാന്നിധ്യം, ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ നമ്മൾ എത്രയോ ആണ് വായിക്കുന്നത്. എന്നിട്ടും തീരുന്നില്ല. സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈശോ പറയുകയാണ്, യുഗാന്തം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അതിനുവേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ച് ഈ സക്രാരിയിൽ ഏതു സമയവും നമുക്ക് ലഭ്യനായിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കുന്ന, പ്രസന്റ് ആയിരിക്കുന്ന ഈശോ, പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മൾ പോകുന്നിടങ്ങളിലൊക്കെ തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ ശക്തിപ്പെടുത്തുന്ന, നമ്മളോടൊപ്പം ആയിരുന്നുകൊണ്ട് നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമുക്ക് ലഭ്യമാകുന്ന, നമുക്ക് അവൈലബിൾ ആകുന്ന, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിരന്തര സാന്നിധ്യമായി മാറുന്ന ഈശോ. അങ്ങനെയുള്ള ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു വയ്ക്കുന്നത്, നിങ്ങളും അവൈലബിൾ ആകണം. നിങ്ങൾ ആരുടെ അടുത്തേക്ക് പോകുന്നോ, നിങ്ങൾ ആരോടൊപ്പം ജീവിക്കുന്നോ, അവർക്കൊക്കെ
അവൈലബിൾ ആകുക. അവരുടെ ജീവിതത്തിൽ ഒരു നിറഞ്ഞ സാന്നിധ്യമായിട്ട് നിങ്ങൾ മാറണം എന്നാണ് ഈശോ പറയുന്നത്. നമ്മൾ ഈ ഒരു വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്നിടങ്ങളിലൊക്കെ എത്രത്തോളം ലഭ്യരാണ് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് എന്ന് ആത്മപരിശോധന ചെയ്യാനായിട്ട് വചനം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. നമ്മൾ അവൈലബിൾ ആണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ. നമ്മൾ പ്രധാനമായും നമ്മുടെ ജീവിത മേഖല എന്ന് പറയുന്ന കുടുംബമാണ്. ആ കുടുംബത്തിൽ നമ്മളൊക്കെ പ്രസൻ്റാണ്, നമ്മൾ മറ്റുള്ളവർക്ക് ലഭ്യരാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഏറ്റവും കുറവ് ലഭ്യത മുതൽ ഏറ്റവും കൂടുതൽ ലഭ്യത വരെയുള്ള ഒരു സ്പെക്ട്രം ഉണ്ട്. ഈ കുറവിൻ്റെയും ഈ ഏറ്റവും കൂടുതലിൻ്റെയും ഇടയിൽ എവിടെയാണ് നമ്മളായിരിക്കുന്നത് എന്ന് ആത്മപരിശോധന ചെയ്യാൻ ഇന്നത്തെ സുവിശേഷം നമ്മളെ ക്ഷണിക്കുകയാണ്. ഒരു 5 ഘട്ടങ്ങൾ, മാനങ്ങൾ, ഈ പ്രസൻ്റ് ആയിരിക്കുന്നതിൻ്റെ, ബീയിങ് അവൈലബിൾ ആയിരിക്കുന്നതിൻ്റെ 5 മാനങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ആ സ്പെക്ട്രത്തിലെ ഏരിയാസ് നമുക്ക് സൂചിപ്പിക്കാം. അതിലെവിടെയാണ് ഞാൻ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം. ഏറ്റവും കുറഞ്ഞ തലം ഈ ബീയിങ് പ്രസൻറ്റിൻ്റെ അല്ലെങ്കിൽ ബീയിങ് അവൈലബിളിൻ്റെ, മറ്റുള്ളവർക്ക് ലഭ്യമാകുന്നതിൻ്റെ ഏറ്റവും കുറഞ്ഞ തലം എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രസൻസ് മാത്രമായി ആയിരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ആള് സോഫയിലിരുന്ന് മൊബൈൽ ഫോൺ നോക്കുന്ന സമയത്ത് ജീവിത പങ്കാളിയോ മക്കളോ ആരെങ്കിലും ആ സോഫയുടെ അങ്ങേയറ്റത്തിരുന്ന് എന്തെങ്കിലും കാര്യം ഈ ആളോട് ചോദിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ നിന്ന് മുഖം പോലും എടുത്തുയർത്താൻ തയ്യാറാകാതെ ശരി, ഇത്രമാത്രം വാക്കുകളിൽ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കണ്ണൊന്ന് ഉയർത്തി ചോദിക്കുന്ന ആളുടെ കണ്ണിലേക്ക് നോക്കാൻ പോലും ശ്രമിക്കാതെ വളരെ ചുരുങ്ങിയ മൂളക്കങ്ങളിലും വാക്കുകളിലും ഉത്തരങ്ങൾ പറയുന്ന ഒരു വ്യക്തി, ആൾ പ്രസൻ്റ് ആണോ, അവൈലബിൾ ആണോ? ഫിസിക്കലി പ്രസൻ്റ് ആണ്, ഫിസിക്കലി അവൈലബിൾ ആണ്. പക്ഷേ മനസ്സുകൊണ്ട് ഒട്ടുമേ പ്രസൻ്റ് അല്ലാത്ത ഒരു കുടുംബത്തിലെ സാഹചര്യമാണ് അത്. പഴയ നിയമത്തിൽ ലോത്ത് എന്ന് പറഞ്ഞൊരാളെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? എന്നത് കേൾക്കണം. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് എന്താണ് സംഭവിച്ചത്? അവരായിരിക്കുന്ന നഗരം വിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ആവശ്യപ്പെട്ടതിന് പ്രകാരം ലോത്ത് ഭാര്യയെയും മക്കളെയും ഒക്കെ വിളിച്ച് പുറത്തേക്ക് പോവുകയാണ്. കൂടെ ഓടുന്ന ലോത്തിൻ്റെ ഭാര്യ, അവൾ ശാരീരികമായി ലോത്തിൻ്റെ ഒപ്പം ഓടുന്നുണ്ട്, പക്ഷേ മനസ്സുകൊണ്ട് അവൾ ഇപ്പോഴും അവളുടെ വീട്ടിൽ തന്നെയാണ്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ മനസ്സുകൊണ്ട് അവൾക്ക് സാധിക്കുന്നില്ല. ആ നഗരത്തിൽ തന്നെ ആയിരിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആളാണ്. ശാരീരികമായി ലോത്തിൻ്റെ ഒപ്പം ഓടുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് താൻ വിട്ടുപോകുന്ന ആ വീട്ടിലേക്ക് തന്നെയാണ് അവളുടെ നോട്ടം. അതുകൊണ്ടാണ് നീ ഓടുമ്പോൾ തിരിഞ്ഞു നോക്കരുത് എന്നുള്ള ആ പ്രവാചക ശബ്ദം മറന്നുകൊണ്ട് അവള് ലോത്തിൻ്റെ കൂടെ ഓടുമ്പോഴും പുറകോട്ട് തിരിഞ്ഞു നോക്കുകയും അവൾ ഉപ്പ് തൂണായി മാറി എന്ന് വചനം പറയുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ ഉപ്പ് തൂണുകളായിട്ട് നമ്മൾ മാറുന്നുണ്ടോ? നമ്മൾ ഫിസിക്കലി പ്രസൻ്റ് ആണ്, പക്ഷേ മനസ്സുകൊണ്ട് വേറെ എവിടെയോ ആയിപ്പോകുന്ന അവസ്ഥ. ഭർത്താവ് ചിലപ്പോൾ എപ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും എപ്പോഴും ജോലിയെപ്പറ്റി, ബിസിനസ്സിനെ പറ്റി മാത്രം ചിന്തിച്ചിരിക്കുന്ന മാനസികാവസ്ഥ. ഫിസിക്കലി പ്രസൻ്റാണ്, പക്ഷെ മനസ്സുകൊണ്ട് വീട്ടിലില്ല. ഭാര്യ വീട്ടിൽ പ്രസൻ്റാണ് ഫിസിക്കലി, പക്ഷേ സ്വന്തം വീട്ടിലെ കാര്യങ്ങളെപ്പറ്റി എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഭാര്യ. അങ്ങനെ ഫിസിക്കലി പ്രസൻ്റ് ആയിരിക്കുമ്പോഴും ഇതുപോലെ മറ്റിടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന മനുഷ്യരായിട്ട് മാറുമ്പോൾ, കണ്ണോട് കണ്ണ് നോക്കാൻ സാധിക്കാതെ, ഒരു സോഫയുടെ 2 വശങ്ങളിലിരിക്കുമ്പോഴും കണ്ണോട് കണ്ണ് നോക്കാൻ സാധിക്കാതെ മനസ്സുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് വ്യാപൃതരായിരിക്കുന്ന മനുഷ്യരാണ് ലോത്തിൻ്റെ ഭാര്യയെ പോലെ ഉപ്പ് തൂണുകളായിട്ട് മാറുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ നിശബ്ദതകൾ കൂടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉപ്പ് തൂണുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് ഏറ്റവും കുറഞ്ഞ തലം. ശാരീരികമായിട്ട് പ്രസൻ്റ് ആണ്, പക്ഷെ മാനസികമായിട്ട് വൈകാരികമായിട്ട് ഒന്നും
മറ്റേ ആൾക്ക് ലഭ്യരായി തീരാൻ സാധിക്കാത്ത അവസ്ഥ. രണ്ടാമത്തെ ഒരു അവൈലബിലിറ്റി എന്ന് പറയുന്നത് സൗകര്യമുള്ളപ്പോൾ മാത്രം ലഭ്യമാവുക എന്നുള്ളതാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് മകൻ വന്നിട്ട് കൂടെ കളിക്കാനായിട്ട് വിളിച്ചാൽ ചിലപ്പോൾ അതിന് തയ്യാറാകുന്ന അപ്പൻ അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള സമയത്ത് ഭാര്യ അടുക്കളയിലൊന്ന് സഹായിക്കാൻ വിളിച്ചാൽ സഹായിക്കാനായിട്ട്, കറിക്ക് അരിഞ്ഞു കൊടുക്കാനായിട്ട് സഹായിക്കാൻ പോകുന്ന ജീവിത പങ്കാളി ഭർത്താവ്. അത് സൗകര്യമുള്ളപ്പോൾ മാത്രം ലഭ്യമാകുന്ന ഒരു ലഭ്യതയാണ്. വേറെ എന്തെങ്കിലും തിരക്കിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? എനിക്കിപ്പോൾ സമയമില്ല, പിന്നെ വരാം എന്ന് നമ്മൾ പറയും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് കുടുംബങ്ങളിൽ നഷ്ടപ്പെടുന്നത് എന്താണ്? പരസ്പരമുള്ള ട്രസ്റ്റാണ്. ആവശ്യമുള്ള സമയത്ത് സഹായിക്കാൻ ആളില്ല, ട്രസ്റ്റ് നഷ്ടപ്പെടും. സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന പത്രോസ് ഈശോയുടെ ഒപ്പം വിരുന്നുകൾക്ക് പോകുന്നുണ്ട്, മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരു പ്രശ്നം പിടിച്ച സമയത്ത്, ഈശോ പിടിക്കപ്പെടുന്ന സമയത്ത്, നീ അവൻ്റെ കൂടെയുള്ള ആളല്ലേ എന്ന് പരിചാരിക ചോദിക്കുമ്പോൾ ഈശോയെ തള്ളിപ്പറയുന്ന പത്രോസ് സൗകര്യമുള്ളപ്പോൾ മാത്രം കൂടെ നടക്കുന്ന ആളുകളുടെ ഒരു എക്സാമ്പിളാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ സൗകര്യമുള്ളപ്പോൾ മാത്രമാണോ നമ്മുടെ ജീവിത പങ്കാളിക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, മാതാപിതാക്കൾക്ക് നമ്മൾ ലഭ്യരാകുന്നത് എന്ന്? മൂന്നാമത്തെ ഒരു മാനം ഈ ലഭ്യതയുടെ ആവശ്യ സമയത്തുള്ള ലഭ്യതയാണ്. ചില ആളുകളുണ്ട്, ഒരിക്കലും വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യില്ല, അല്ലെങ്കിൽ വീട്ടിൽ മാതാപിതാക്കളെ കാണാനായിട്ട് പോകില്ല. പക്ഷേ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഓടി ചെന്ന് സഹായിക്കുന്ന മനുഷ്യരുണ്ട്. അത് അവൈലബിലിറ്റിയുടെ ഒരു മാനമാണ്. നിരന്തരമായി ബന്ധങ്ങളില്ലാതെ ആവശ്യമുള്ളപ്പോൾ മാത്രം ഓടിച്ചെല്ലുന്ന ഒരു അവൈലബിലിറ്റി. നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് അരിമത്തിയാക്കാരൻ ജോസഫ്. അവൻ ഈശോയുടെ എന്ത് ശിഷ്യനായിരുന്നു എന്നാണ് സുവിശേഷത്തിൽ പറയുന്നത്? രഹസ്യ ശിഷ്യനായിരുന്നു. കാരണം അവന് പേടിയാണ്. ഈശോയെ പരസ്യമായിട്ട് ഈശോയുടെ ശിഷ്യനാണെന്ന് പറയാൻ അവന് പേടിയായിരുന്നു. അതുകൊണ്ട് അവൻ രഹസ്യ ശിഷ്യനായിട്ട് ജീവിച്ച ആളാണ്. പക്ഷേ ഈശോയുടെ ജീവിതത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ കുരിശിൽ മരിച്ചതിന് ശേഷം, ആ മൃതദേഹം താഴെ ഇറക്കാൻ വേണ്ടി ആരുമില്ലാത്ത സമയത്ത് ആ ആവശ്യം വരുമ്പോഴത്തേക്ക് ഓടിയെത്തുന്ന വ്യക്തിയാണ് അരിമത്തിയാക്കാരൻ ജോസഫ്. അതാണ് അവൈലബിലിറ്റിയുടെ ഒരു മൂന്നാമത്തെ തലം. നാലാമത്തെ ഒരു തലം എന്ന് പറയുന്നത് കുറെ കൂടെ നമ്മളൊക്കെ വളർത്തിയെടുക്കേണ്ടുന്ന ഒരു മാനമാണ് അവൈലബിലിറ്റിയുടെ. ക്വാളിറ്റി ടൈം സ്പെൻഡിങ്. ഗുണപരമായ സമയം നമുക്ക് ആരെയാണോ ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്, നമ്മൾ കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിന് ഗുണപരമായ സമയം നമ്മുടെ ജീവിതത്തിൽ നൽകുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ബോധപൂർവം, അതിന് വളരെയേറെ എഫർട്ട് ആവശ്യമാണ്. ബോധപൂർവം എല്ലാ ദിവസവും ജീവിത പങ്കാളിയോടും മക്കളോടും ഒപ്പം സമയം ചെലവഴിക്കാനായിട്ട് മാറ്റിവെക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് മൊബൈൽ ഫോൺ മാറ്റിവെക്കുന്ന, ഒരുമിച്ച് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്ന, ഒരുമിച്ച് ഒരേ മേശയിലിരുന്ന് ഒരേ സമയത്ത് അത്താഴം കഴിക്കുന്ന, ഒരുമിച്ച് പള്ളിയിൽ പോകുന്ന ഒരു ടൈം സ്പെൻഡിങ്, അവൈലബിലിറ്റി, ലഭ്യത, ഡിസ്പോണിബിലിറ്റി കുടുംബത്തിൽ. അതാണ് ക്വാളിറ്റി ടൈം സ്പെൻഡിങ് വിത്ത് ദ ഫാമിലി എന്നൊക്കെ പറയുന്നത്. അതിന് നല്ല ഉദാഹരണമാണ് സുവിശേഷത്തിൽ മർത്തായെയും മറിയത്തെയും നമ്മൾ കാണുന്നുണ്ട്. മർത്തായെ പറ്റി പറയുന്നത് എന്താണ്? മർത്ത എന്ത് ചിത്തയായിരുന്നു? വ്യഗ്രചിത്തയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓടി നടക്കുകയാണ്, ഒന്നിലും ശ്രദ്ധിക്കാൻ സാധിക്കാതെ. മറിയം എന്താണ് ചെയ്തത്? എന്താണ് മറിയം ചെയ്തത്? മർത്ത വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഓടി നടന്നു, വ്യഗ്രചിത്തയായിരുന്നു. മറിയം എന്താ ചെയ്തത്? അറിയാൻ പാടില്ലേ? മറിയം ഈശോയുടെ പാദത്തിങ്കലിരുന്നു, അവനെ ശ്രവിച്ചു. മറിയം അത്ര മാത്രമേ ചെയ്തുള്ളൂ. ക്വാളിറ്റി ടൈമാണ്. ഈശോയുടെ പാദത്തിങ്കൽ ഇരുന്ന് അവൻ്റെ വചനം ശ്രവിച്ച മറിയം.
ആ മറിയത്തെ പറ്റി ഈശോ എന്താ പറയുന്നത് കഴിയുമ്പോൾ? അവള് എന്ത് തിരഞ്ഞെടുത്തു എന്നാ പറയണേ? അവള്, ഇതൊന്നും അറിയാൻ പാടില്ല നിങ്ങൾക്ക്, എന്ത് തിരഞ്ഞെടുത്തു എന്നാ പറയണേ? നല്ല, അത്രയും പറഞ്ഞു തന്നിട്ട് അറിയാം, നല്ല ഭാഗം അവൾ തിരഞ്ഞെടുത്തു. അതാണ് ക്വാളിറ്റി ടൈം. ഗുണപരമായ സമയം നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ? നിശ്ചയമായും നിർബന്ധമായും എൻ്റെ കുടുംബത്തോടൊപ്പം മൊബൈൽ ഫോൺ മാറ്റിവെച്ച് സന്ധ്യാപ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലുന്ന, അത്താഴം ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന, ഒരുമിച്ച് സാധിക്കുന്നിടത്തോളം പള്ളിയിൽ പോകുന്ന, ഒരുമിച്ച് വർത്തമാനം പറയാൻ സമയം കണ്ടെത്തുന്ന, മൊബൈൽ ഫോൺ മാറ്റിവെച്ചിട്ട് കണ്ണോട് കണ്ണ് നോക്കി ശ്രദ്ധയോടെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്ന ക്വാളിറ്റി ടൈം നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അതില്ലെങ്കിൽ നമ്മൾ ആ ലഭ്യത എൻ്റെ ജീവിത പങ്കാളിക്കും, എൻ്റെ മക്കൾക്കും, എൻ്റെ മാതാപിതാക്കൾക്കും, സഹോദരങ്ങൾക്കുമൊക്കെ വേണ്ടി ഞാൻ നൽകേണ്ടുന്ന ആ അവൈലബിലിറ്റി, ക്വാളിറ്റി ടൈം, ശാരീരികമായിട്ട് മാത്രമല്ല, ആവശ്യമുള്ളപ്പോൾ മാത്രമല്ല, എല്ലാ ദിവസവും നിർബന്ധമായും ഒരു സമയം. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ നിർബന്ധമായും ചില റിച്വൽസ്, ഒരുമിച്ച് പള്ളിയിൽ വരിക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, അതൊക്കെ നമ്മൾ കുടുംബത്തിൻ്റെ സംസ്കാരമാക്കി വളർത്തിയെടുക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അത് ചെയ്തു വരുമ്പോൾ അതൊരു ശീലമായിട്ട് മാറും, അത് ആ കുടുംബത്തിൻ്റെ സംസ്കാരമായിട്ട് മാറും, അത് മക്കൾക്ക് വലിയൊരു മാതൃകയായിട്ട് മാറും. അവരും അവരുടെ ജീവിതത്തിൽ കുടുംബങ്ങളുണ്ടായി, ആ കുടുംബങ്ങളുടെ ഭാഗമായി കുടുംബങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സമയത്ത് ഈ മനോഹരമായിട്ടുള്ള റിച്വൽസ്, കൾച്ചർ, സംസ്കാരം, എൻ്റെ കുടുംബത്തിൽ എൻ്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചു തന്ന ഈ സംസ്കാരം, അത് അവരും അവരുടെ ജീവിതത്തിൽ പുലർത്താനായിട്ട് പരിശ്രമിക്കും. ഇനി അഞ്ചാമത്തെ മാനം അവൈലബിലിറ്റിയുടെ ഏറ്റവും ഉദാത്തമായ മാനമാണത്. അതെന്താണത്? അതെല്ലാ ദിവസവും കൃത്യം ചെയ്യുന്നത് മാത്രമല്ല, അതിൻ്റെ കൂടെ ജീവിതത്തിൽ തിരക്കുകൾക്കിടയിലും, എൻ്റെ തിരക്കുകൾക്കിടയിലും മറ്റുള്ളവർക്ക് ലഭ്യനാകാനായിട്ട് ഉള്ള മനോഭാവം ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യമാണ്. നമുക്ക് മനോഹരമായിട്ടുള്ള ബൈബിളിലെ ഉദാഹരണമാണ് നല്ല സമരിയാക്കാരൻ. ആ മനുഷ്യൻ, അവന് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, അവൻ തിരക്ക് പിടിച്ചാണ് അവൻ പോകുന്നത്. പക്ഷേ വഴിയിൽ ഒരു മനുഷ്യൻ വീണ് കിടക്കുന്നത് കാണുമ്പോൾ അവൻ്റെ തിരക്കുകൾ, അവൻ്റെ പ്രയോറിറ്റീസ് അതൊക്കെ ഒരു നിമിഷത്തേക്ക് പോസ് ചെയ്യുകയാണ്, മാറ്റിവെക്കുകയാണ്. എന്നിട്ട് ആ വീണ് കിടക്കുന്ന മനുഷ്യന് വേണ്ടി തൻ്റെ സമയം തന്നെ ലഭ്യമാക്കുന്ന, അവൈലബിൾ ആക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് നല്ല സമരിയാക്കാരൻ്റേത്. അങ്ങനെ അവനെ ശുശ്രൂഷിച്ച്, അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി, അവനെ സത്രത്തിൽ കൊണ്ടുവന്നാക്കി, ഇനിയും ഞാൻ തിരിച്ചു വരും, എനിക്ക് വേറെ പണിയുണ്ട്, ഞാനതിന് പോവുകയാണ്. പക്ഷേ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അവൻ പറയുക, ഞാൻ തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന അവൈലബിലിറ്റി. തിരക്കുകളിലും, എൻ്റെ പ്രയോറിറ്റീസിലും, എൻ്റെ തിരക്കുകളുടെയും ഇടയിൽ മറ്റുള്ളവർക്ക് ആവശ്യം വരുമ്പോൾ ലഭ്യമാകാനായിട്ടുള്ള മനസ്സ്. അതിൻ്റെ മനോഹരമായിട്ടുള്ളൊരു അനുഭവം ഈശോയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബർത്തിമേയൂസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഈ ബർത്തിമേയൂസ് ആരായിരുന്നു? ബർത്തിമേയൂസ് കേട്ടിട്ടുണ്ടോ പേര്? നിങ്ങളൊരു പേരും കേട്ടിട്ടില്ലല്ലോ ബൈബിളിലെ. ബർത്തിമേയൂസ് എന്ന് പറഞ്ഞ ഒരു അന്ധയാചകനായിരുന്നു. ഈശോ ജെറീക്കോയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. വലിയ ജനക്കൂട്ടം ഈശോയുടെ കൂടെയുണ്ട്. എന്തോ തിരക്ക് പിടിച്ചുള്ള യാത്രയിലാണ്, വളരെ വേഗത്തിൽ തിരക്ക് പിടിച്ച് പോവുകയാണ് ഈശോയും ഈ ജനക്കൂട്ടവും. അപ്പോഴാണ് ബർത്തിമേയൂസ് ഈശോ അതിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്, എന്നിൽ കനിയേണമേ. ജനക്കൂട്ടം പറയുന്നത് മിണ്ടാതിരിക്കടാന്നാണ് പറയുന്നത്, നിശബ്ദനാക്കാൻ ശ്രമിക്കുക. പക്ഷെ അവൻ വീണ്ടും ഉറക്കെ കരയാനായിട്ട് തുടങ്ങി. സുവിശേഷം പറയുന്ന മനോഹരമായിട്ടുള്ള അത് വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഈശോ പെട്ടെന്ന് നിന്നു. തിരക്ക് പിടിച്ച വലിയൊരു ലക്ഷ്യത്തിലേക്ക് ജനക്കൂട്ടത്തിൻ്റെ ഒപ്പം തിരക്ക് പിടിച്ച് ഈശോ നടക്കുമ്പോഴും ഒരു മനുഷ്യൻ കരയുമ്പോൾ ഈശോ എല്ലാ തിരക്കുകളും മാറ്റിവെക്കുകയാണ്, എല്ലാ പ്രയോറിറ്റീസും മാറ്റിവെക്കുകയാണ്. ഈശോ നിന്നു. എന്നിട്ട് എന്താണ് ചെയ്തത്? അവനെ വിളിച്ചിട്ട് അവനോട് ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ്
നീ ആഗ്രഹിക്കുന്നത്. ഇതാണ് അവൈലബിലിറ്റി, ഇതാണ് ലഭ്യമാകുക എന്ന് പറയുന്നത്. തിരക്ക് പിടിച്ച ഇന്നത്തെ ഈ ലോകത്തിൽ നമ്മൾ ഓടുമ്പോഴും ഒരു മനുഷ്യൻ്റെ വേദന, അത് കുടുംബത്തിലുള്ള ആളാകാം, പുറത്തുള്ള ആളാകാം, ഒരു വേദന കാണുമ്പോൾ ആ ഓട്ടം നിർത്തി അവിടെ നിൽക്കാൻ, അവൻ്റെ മുമ്പിൽ നിൽക്കാൻ, അവൻ്റെ കണ്ണിലേക്ക് നോക്കാൻ, എന്നിട്ട് നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കാൻ സാധിക്കുന്നതാണ് ഈ ലഭ്യതയുടെ, മറ്റുള്ളവർക്ക് അവൈലബിൾ ആകുന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ ക്രിസ്തു മാനം എന്ന് നമ്മൾ തിരിച്ചറിയണം. സ്നേഹമുള്ളവരെ, ഞാൻ തിരക്കിലാണ് എന്ന് പറയുന്നിടത്ത് സുവിശേഷം അവസാനിക്കുന്നു. നേരെ മറിച്ച് എൻ്റെ തിരക്കിലും ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്നിടത്ത് സുവിശേഷം ആരംഭിക്കുന്നു. ഈ തിരിച്ചറിവോടെ നമുക്ക് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. ഈ അവൈലബിലിറ്റിയുടെ, നമ്മളൊക്കെ അവൈലബിളാണ്. നമ്മൾ തീർത്തും അൺഅവൈലബിൾ ആയിട്ടുള്ള ആളുകളല്ല. കുടുംബത്തിലായാലും നമ്മളുടെ ജീവിത പ്രവർത്തന ശുശ്രൂഷ മേഖലകളിലായാലും നമ്മൾ തീർത്തും അൺഅവൈലബിൾ അല്ല. പക്ഷേ ഈ അവൈലബിലിറ്റിയുടെ ഈ പല മാനങ്ങളുണ്ട്. ഫിസിക്കലായിട്ട് മാത്രം അവൈലബിൾ ആകുന്നത് തുടങ്ങി എൻ്റെ തിരക്കിൻ്റെ നടുവിലും മറ്റുള്ളവർക്ക് വേണ്ടി അവൈലബിൾ ആകുന്ന ഒരു അവസ്ഥ. ഇതിലെവിടെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം. ഞാൻ എത്തേണ്ടുന്നിടം എന്ന് പറയുന്നത് ക്രിസ്തു എങ്ങനെ അവൈലബിൾ ആയോ, എങ്ങനെ ലഭ്യമായോ മറ്റുള്ളവർക്ക്, എങ്ങനെ അവരുടെ ജീവിതത്തിൽ പ്രസൻ്റ് ആയിരുന്നോ, അത് നമുക്കറിയാം. തിരക്കുകളുടെ ഇടയിലും അവിടെ നിന്ന് അവൻ്റെ ആവശ്യമെന്തെന്ന് ചോദിച്ച് അത് നിവർത്തിച്ചു കൊടുക്കുന്ന ലഭ്യതയാണ്. ആ ലഭ്യതയിലേക്ക് വളരാൻ, ആ ലഭ്യമാകുന്നതിലേക്ക് മറ്റുള്ളവർക്ക് വേണ്ടി വളരാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.